പനച്ചിക്കാട് ശ്രീ ദക്ഷിണ മൂകാംബിക ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൽ ആദ്യം ഭഗവാൻ മഹാവിഷ്ണുവിന്റെ പ്രതിഷ്ഠ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ക്ഷേത്രത്തിന്റെ ഊരായ്മക്കാരനായ കിഴിപ്പുറത്തില്ലത്തെ നമ്പൂതിരിക്ക് പുരുഷ സന്താനങ്ങൾ ഉണ്ടായില്ല. ഇതിൽ വിഷമിച്ച അദ്ദേഹം ഗംഗാസ്നാനത്തിനായി പുറപ്പെട്ടു. പോകുന്ന വഴിയിൽ അദ്ദേഹം പ്രസിദ്ധമായ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലും ദർശനം നടത്തി. കുറച്ചു ദിവസം പരാശക്തിയെ ഭജിച്ച് അവിടെ തന്നെ ചിലവഴിച്ചു. അവസാന ദിവസം രാത്രി അദ്ദേഹത്തിന് ദേവിയുടെ സ്വപ്ന ദർശനമുണ്ടായി. അല്ലയോ ഭക്ത, നിനക്ക് ഈ ജന്മത്തിൽ സന്താന സൗഭാഗ്യം വിധിച്ചിട്ടില്ല. നിന്റെ നാട്ടിലെ കരുനാട്ടില്ലത്തിലെ അന്തർജനം ഗർഭിണിയാണ്. അവർക്ക് അധികം കഴിയാതെ 2 ഉണ്ണികൾ ഉണ്ടാകും. അവരിലൊന്നിനെ നീ ദത്തെടുത്ത് വളർത്തണം. ഇതറിഞ്ഞ കരുനാട്ട് നമ്പൂതിരി 2 ഉണ്ണികൾ ഉണ്ടായാൽ ഒന്നിനെ ദാനം ചെയ്യാമെന്ന് കിഴിപ്പുറം നമ്പൂതിരിയോട് പറഞ്ഞു. സന്തോഷവാനായ കിഴിപ്പുറം നമ്പൂതിരി ഉടനെ തന്നെ മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ തെക്ക് ഭാഗത്തുള്ള കുളത്തിലെത്തി തന്റെ ഓലക്കുട കരയിൽ വെച്ച ശേഷം കുളിച്ചു. കുളി കഴിഞ്ഞ് കുടയെടുക്കാൻ ശ്രമിച്ചപ്പോൾ അത് അനങ്ങിയില്ല. അപ്പോൾ അവിടെ ഒരു ദിവ്യപുരുഷൻ പ്രത്യക്ഷപ്പെട്ടു. അല്ലയോ ബ്രാഹ്മണ ശ്രേഷ്ഠ, സാക്ഷാൽ ആദിപരാശക്തിയായ മൂകാംബികാ ദേവി അങ്ങയുടെ കുടിയിൽ കുടിയിരിക്കുകയാണ്. അതിനാൽ ഭഗവതിയെ ഈ കുടിയിൽ നിന്നും ആവാഹിച്ച് തൊട്ടടുത്ത കാട്ടിൽ കാണപ്പെടുന്നതും വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ പൂജിച്ചിരുന്നതുമായ ദേവിയുടെ ഒരു ശിലാവിഗ്രഹത്തിൽ കുടിയിരുത്തണം. നമ്പൂതിരി പറഞ്ഞ പ്രകാരം തന്നെ ചെയ്തു. അങ്ങനെയാണ് പനച്ചിക്കാട്ട് അതിദിവ്യമായ സരസ്വതി സാന്നിധ്യം വന്നത്. കാലാന്തരത്തിൽ മഹാവിഷ്ണു ക്ഷേത്രം മഹാസരസ്വതി ക്ഷേത്രമായി മാറുകയും ചെയ്തു. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.